ആത്മാവേ അഭിഷേക കാറ്റായി പറന്നിറങ്ങൂ. ആത്മാവേ ആത്മാവേ അഭിഷേക കാറ്റായി പറന്നിറങ്ങൂ. അവദൈവത്തിൻ അത്ഭുത ശക്തിയെ പുത്രൻ യേശോത്തൻ വാഗ്ദാനം നീയേ. ആദിമ ചൈതന്യം നിറയും റൂഹായേ. വേദന തിങ്ങും വേദന തിങ്ങും വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ നിത്യം വന്നിടണേ. വേദന തിങ്ങും വേദന തിങ്ങും വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ സൗഖ്യം നൽകിടണേ. വേദന തിങ്ങും വേദന തിങ്ങും വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ നിത്യം വന്നിടണേ. വേദന തിങ്ങും വേദന തിങ്ങും വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ സൗഖ്യം നൽകിടണേ. പാപബോധവും പശ്ചാത്താപവും കർത്താവേ എനിക്കേകണേ. കണ്ണീരോടും വിലാപത്തോടും പാപം ഞാനേറ്റു ചൊല്ലിടാം. പാപബോധവും പശ്ചാത്താപവും കർത്താവേ എനിക്കേകണേ. കണ്ണീരോടും വിലാപത്തോടും പാപം ഞാനേറ്റു ചൊല്ലിടാം. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. സ്നേഹമുള്ളവരെ, ഇന്നേ ദിവസം എൽറുഹ ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ കർത്താവ് തന്ന ശക്തമായ ദൈവസ്വര സന്ദേശമാണ് തുറന്ന് 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 കുമ്പസാരിക്കുക. ഈ സന്ദേശം അല്ല, ഇത് പറഞ്ഞേ ഹല്ലേലൂയ. കണ്ടോ, ഈശോ 3 പ്രാവശ്യം പറയുന്നൊരു വാക്കാണ് തുറന്ന് 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 കുമ്പസാരിക്കുക. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ദൈവസ്വര സന്ദേശം കിട്ടുക. തുറന്ന് 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 കുമ്പസാരിക്കുക. സ്നേഹമുള്ളവർ, പലർക്കും കുമ്പസാരം ഒരു അനുഭവമല്ല. കുർബാന പലർക്കും അനുഭവം ആകാത്തതുപോലെ തന്നെയാണ് കുമ്പസാരം. കുറേ പേര് കുമ്പസാരിക്കുന്നുണ്ട്, പക്ഷെ കുമ്പസാരത്തിൻ്റെ ഒരു അനുഭവം ഏറ്റവും വലിയ സംരക്ഷണ പ്രാർത്ഥനയാണ് കുമ്പസാരം എന്ന് പറയുക. ഏറ്റവും വലിയ വിടുതൽ പ്രാർത്ഥനയാണ് കുമ്പസാരം എന്ന് പറയും. ഏറ്റവും വലിയ ആന്തരിക സൗഖ്യ പ്രാർത്ഥനയാണ് കുമ്പസാരം. ഏറ്റവും വലിയ ശാരീരിക സൗഖ്യ പ്രാർത്ഥനയാണ് കുമ്പസാരം. ഇങ്ങനെ കുമ്പസാരത്തിന് കുറേ വിശേഷണങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ പറഞ്ഞ പോലത്തെ ഒരു അനുഭവം പലർക്കും ഇല്ല. എന്താ കാരണം? അത് തുറന്ന് കുമ്പസാരിക്കുന്നില്ല എന്നുള്ളതാണ്. ഹൃദയം തുറന്ന് എന്താണ് ഞാൻ ഈ ചെയ്തതെന്ന് പറഞ്ഞ കുമ്പസാരം നമ്മുടെ ഭാഗത്തുനിന്ന് വരുന്നില്ല. അതുകൊണ്ടാണ് ഒരു കൺവെൻഷനിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരുങ്ങുന്ന സമയത്ത് കർത്താവ് തന്ന ശക്തമായൊരു ദൈവിക സന്ദേശമാണ് ജെറമിയ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം 6-ാം തിരുവചനം. എല്ലാവരും ആ വചനം ഒന്ന് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും ഏറ്റു പറഞ്ഞേ. അവർ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു കേട്ടു. അവർ സത്യമല്ല പറഞ്ഞത്. എന്താണ് ഞാൻ ഈ ചെയ്തതെന്ന് പറഞ്ഞ് ഒരുവനും തന്റെ ദുഷ്ടതയെക്കുറിച്ച് അനുദപിക്കുന്നില്ല. പറഞ്ഞേ ഹല്ലേലൂയ. കണ്ടോ, എന്താണ് ഞാൻ ഈ ചെയ്തതെന്ന് പറഞ്ഞ് ഒരുവനും തൻ്റെ ദുഷ്ടതയെ പറ്റി അനുദപിക്കുന്നില്ല. കർത്താവ് പറയുകയാണ്, അവർ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ച് കേൾക്കുകയാണ്. കുമ്പസാരക്കൂട്ടിൽ ഒരു അച്ഛൻ ഇരിക്കുന്നുണ്ട്. ആ അച്ഛൻ ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ്. ആ ദൈവം തന്നെയാണ്. ദൈവം അത് കേൾക്കുകയാണ്. നമ്മൾ പറയുന്നത് ആരോടാണ്? കണ്ടോ, വൈദികനെയാണ് നമ്മൾ കാണുക, പക്ഷേ ദൈവം അത് കേൾക്കുകയാണ്. നമ്മൾ പറയുന്ന ഓരോ പാപങ്ങളും ദൈവം പറയും, അവർ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ച് കേട്ടു, എന്നാൽ അവർ സത്യമല്ല പറഞ്ഞത്. എന്താണ് ഞാൻ ഈ ചെയ്തതെന്ന് പറഞ്ഞ്, എന്താണ് എൻ്റെ അപ്പൻ അമ്മ ചെയ്തത്, അയൽപ്പക്കാർ ചെയ്തത്, കൂട്ടുകാർ ചെയ്തത്, നാട്ടുകാർ ചെയ്തതല്ല, എന്താണ് ഞാൻ ഈ ചെയ്തത് എന്ന് പറഞ്ഞ് ഒരുവനും തൻ്റെ ദുഷ്ടതയെ പറ്റി അനുദപിക്കുന്നില്ല. വലുത് പറഞ്ഞ ഹല്ലേലൂയ. എന്താണ് ഞാൻ ഈ ചെയ്തതെന്നുള്ളത് കൃത്യമായിട്ട് പറയണം. അതുകൊണ്ടാണ് കാനനിലോ സഭയുടെ നിയമത്തിൽ പ്രത്യേകമായിട്ട് പറയുകയാണ്, കൺഫെഷനെ പറ്റി, കുമ്പസാരത്തെ പറ്റി പറയുമ്പോൾ പാപം ഏറ്റു പറയേണ്ടത് ഇൻ നമ്പർ. ഇങ്ങനെയാണ് പറയുക. പാപം ഏറ്റു പറയേണ്ടത് എങ്ങനെയാണ്? ഇൻ നമ്പർ. നമ്പറിൽ ഏറ്റു പറയണം. അതിൻ്റെ സീരിയസ്നെസ് ഓഫ് സിൻ, ഗ്രാവിറ്റി ഓഫ് സിൻ, ഇൻറ്റൻസിറ്റി ഓഫ് സിൻ, അത് നമ്മൾ പുരോഹിതനെ അറിയിക്കണം. അല്ലാതെ നമ്മളിപ്പോൾ അരുതാത്തത് സംഭവിച്ചു, അല്ലെങ്കിൽ മോഷ്ടിച്ചു,
അല്ലെങ്കിൽ ഒന്നാം പ്രമാണം ലംഘിച്ചു, രണ്ടാം പ്രമാണം ലംഘിച്ചു, മൂന്നാം പ്രമാണം ലംഘിച്ചു, അല്ലെങ്കിൽ ഞാൻ കൊലപാതകം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയല്ല നമ്മൾ സംസാരിക്കേണ്ടത്. എന്താണ് ഞാൻ ഈ ചെയ്തത്? ഞാൻ 10 രൂപ മോഷ്ടിച്ചു. 10 രൂപ മോഷ്ടിക്കുന്നു 10,000 രൂപ മോഷ്ടിക്കുന്നു വ്യത്യാസമില്ലേ? ഒരാളെ കൊല്ലുന്നു 100 പേരെ കൊല്ലുന്നു വ്യത്യാസമില്ലേ? ഒരു പ്രാവശ്യം വ്യഭിചാരം ചെയ്യുന്നതും 100 പ്രാവശ്യം വ്യഭിചാരം ചെയ്യുന്നത് വ്യത്യാസമില്ലേ? ഒരു പ്രാവശ്യം അന്യദേവ ആരാധന ആലയത്തിൽ പോകുന്നതും അങ്ങനെ 10 പ്രാവശ്യം പോകുന്നതും 100 പ്രാവശ്യം പോകുന്നതും വ്യത്യാസമില്ലേ? അതിൻ്റെ സീരിയസ്നെസ്, എണ്ണം, അതിന് എന്തുമാത്രം. അല്ലെങ്കിൽ അപ്പനെ ദേഷ്യം വന്നപ്പോൾ ഒരു പ്രാവശ്യം തെറി വിളിച്ചു, അങ്ങനെ ഒരു പ്രാവശ്യം തെറി വിളിച്ച് ചീത്ത പറയുന്നതും അങ്ങനെ 10 പ്രാവശ്യം 100 പ്രാവശ്യം വിളിക്കുന്നതൊക്കെ വ്യത്യാസങ്ങളില്ലേ? അത് തന്നെ ഇപ്പോൾ ഒരു വ്യഭിചാരം ചെയ്തു, അത് വിവാഹത്തിന് മുമ്പ് ചെയ്യുന്നു, വിവാഹത്തിന് ശേഷം ചെയ്യുന്നതൊക്കെ വ്യത്യാസമില്ലേ? ഒരു പെണ്ണും ചെയ്യുന്നു, ആണും വ്യഭിചാരം ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്വർഗ്ഗഭോഗം, ഇതൊക്കെ അതിൻ്റെ പാപത്തിൻ്റെ ഗൗരവത്തിൽ വ്യത്യാസങ്ങളില്ലേ? കണ്ടോ? അപ്പോൾ അതിന് കൃത്യമായിട്ട് പറയുക. ഇപ്പോൾ ഞാൻ ഓർക്കുകയാണ്, ഒരിക്കലും ഒരു സഹോദരൻ, ആ സഹോദരൻ വിദേശത്ത് തന്നെ വിളിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മകൻ എന്ത് ചെയ്താൽ വിവാഹത്തിന് സമ്മതിക്കുന്നില്ല. കാരണം അദ്ദേഹം ഏജ് 32-33 ആയി, പക്ഷേ മകൻ വിവാഹത്തിന് സമ്മതിക്കുന്നില്ല. കാരണം ഇതാണ്, അവന് ചെറുപ്പത്തിലൊരു അക്രൈസ്തവ പെൺകുട്ടിയായിട്ടൊരു പ്രേമുണ്ടായത്. പക്ഷേ അതിന് അപ്പനും അമ്മയും സമ്മതിച്ചില്ല. പിന്നീട് ആ പെൺകുട്ടി വേറെ വിവാഹം കഴിച്ചു പോയി. അന്ന് മുതൽ അവന് അപ്പനോട് അമ്മയോട് വെറുപ്പാണ്. അവൻ ചിന്തിക്കുകയാണ്, ഇനി ആ പെൺകുട്ടീനെ ഇവർ സമ്മതിച്ചില്ലല്ലോ വിവാഹം കഴിക്കാനായിട്ട്, അതുകൊണ്ട് എനിക്ക് ഇനി വിവാഹം വേണ്ട എന്ന് വാശി പിടിച്ചുകൊണ്ട് ഇവൻ അപ്പനോടും അമ്മയോടും സഹകരിക്കാതെ വിവാഹം കഴിക്കാതെ അവൻ വാശി പിടിച്ചിരിക്കുകയാണ്, എല്ലാവരും വേദനിപ്പിച്ചുകൊണ്ട്. ഈ പ്രാർത്ഥനക്കാരെ അപ്പനമ്മയും ശക്തമായ പ്രാർത്ഥന. ഇനി താഴുള്ളത് വേറൊരു അനിയനുണ്ട്, അവനും വിവാഹപ്രായമായി. പക്ഷേ ഇവൻ വിവാഹം കഴിക്കാതെ എങ്ങനെ അനിയൻ വിവാഹം കഴിക്കും? ഒരുപാട് സ്വത്തുക്കളുണ്ട്, ഇതൊക്കെ ഇവർക്കുള്ളതാണ്. അങ്ങനെ സങ്കടത്തോടെ വിളിക്കുമ്പോൾ ഈ പ്രാർത്ഥിച്ചപ്പോൾ ഈശോ കാണിക്കുക, അപ്പനെ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇദ്ദേഹം അപ്പനെ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട്? അദ്ദേഹം പറഞ്ഞോ, എൻ്റെ അപ്പൻ ഒരു വലിയൊരു മദ്യപാനിയായിരുന്നു, ഞങ്ങൾ പെങ്ങന്മാരെ ആരും ശ്രദ്ധിക്കുകയും നോക്കുകയും ചെയ്തിട്ടില്ല. അതുകൊണ്ട് അപ്പനെ വേദനിപ്പിക്കാനൊക്കെ പല പ്രാവശ്യം ഇടവന്നിട്ടുണ്ട്. അപ്പനും ഞാൻ തമ്മിൽ ഒരുപാട് വഴക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവസാന നാളുകളിൽ അപ്പൻ എന്നെയായിരുന്നു ഏറ്റവും ഇഷ്ടം, ഞാനാണ് അപ്പനെ നോക്കിയത്. അങ്ങനെ അപ്പൻ മരിച്ചു, അപ്പൻ്റെ മരിച്ചതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാനാണ്, ഇദ്ദേഹം പറയുക. ഇത്രയും പറഞ്ഞപ്പോൾ വേറൊന്നും പ്രത്യേകിച്ചൊന്നും അദ്ദേഹത്തിന് പറയാനില്ല. ഞാൻ പറഞ്ഞു, ഇവിടെ ഫോണിംഗ് കൗൺസിലിംഗ് ഉണ്ട്. ഇദ്ദേഹം ആ ഫോണിംഗ് കൗൺസിലിങ്ങിൻ്റെ കൗൺസിലിംഗ് ചെയ്യുന്ന സഹോദരനെ ഒന്ന് വിളിച്ച് സംസാരിക്കാൻ പറഞ്ഞ് ആ നമ്പർ കൊടുക്കുകയാണ്. ഉടനെ അദ്ദേഹം ഫോൺ വെച്ച് അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹത്തോട് ഈ കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞപ്പോൾ ഈ ബ്രദർ അല്ലെങ്കിൽ ഈ കൗൺസിലർ പ്രാർത്ഥിക്കുകയാണ്. ഈ കൗൺസിലർ പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞ അതേ മെസ്സേജ് അദ്ദേഹം വീണ്ടും പറയുകയാണ്. ഈ വിദേശത്ത് നിന്ന് വിളിച്ച മകനോട് ചോദിച്ചു, താങ്കളുടെ അപ്പനെ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം വീണ്ടും പറയുകയാണ്, അപ്പനെ വേദനിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വേദനിപ്പിച്ചിട്ടുണ്ട്. അന്ന് കാലത്ത് അപ്പൻ വലിയ മദ്യപാനിയായിരുന്നു, അന്ന് ഞാനും അപ്പനും തമ്മിൽ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, പക്ഷേ അവസാന സമയത്ത് ഞാനാണ് അപ്പനെ സഹായിച്ചത്, അപ്പൻ്റെ എല്ലാ കാര്യങ്ങളും ഞാനാണ് ചെയ്തത്. അങ്ങനെ അപ്പൻ ഇപ്പം മരിച്ചുപോയി, അങ്ങനെ വിശേഷങ്ങളൊക്കെ പറയുക. ഇത്രയും പറഞ്ഞപ്പോൾ ഈ കൗൺസിലിംഗ് ചെയ്ത ഈ സഹോദരൻ ബ്രദർ ഇവിടുന്ന് ഫോണിലൂടെ പറയുകയാണ്, താങ്കളുടെ അപ്പനെ കഴുത്തിൽ പിടിച്ച് ചുമരിനോട് ചേർത്ത് നിർത്തി പല പ്രാവശ്യം മുഖത്തടിച്ചിട്ടുണ്ടല്ലോ ഇങ്ങനെ ചോദിക്കുകയാണ്. ഇയാളങ്ങനെ അത്ഭുതപ്പെട്ടു പോവുകയാണ്. ഇയാൾ പറഞ്ഞു, ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇതേ രീതിയിൽ കുമ്പസാരിച്ചിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞില്ലേ, ഞാൻ അങ്ങനെ കുമ്പസാരിച്ചിട്ടില്ല. ഞാൻ അപ്പനെ വേദനിപ്പിച്ചിട്ടുണ്ട്, അമ്മയെ വേദനിപ്പിച്ചിട്ടുണ്ട്, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ അപ്പനെ കഴുത്തിൽ പിടിച്ച് 3 പ്രാവശ്യം അല്ലെങ്കിൽ 5 പ്രാവശ്യം അല്ലെങ്കിൽ 10 പ്രാവശ്യം ചുമരിനോട് ചേർത്ത് നിർത്തി ഞാൻ പല പ്രാവശ്യം അടിച്ചിട്ടുണ്ട്. ഈ രീതിയിൽ ഞാൻ കുമ്പസാരിച്ചിട്ടില്ല. സീരിയസ്നെസ് ഓഫ് സിൻ, ആ പാപത്തിൻ്റെ ഗൗരവം ഞാൻ അവതരിപ്പിച്ചിട്ടില്ല. അപ്പോൾ ഈ ബ്രദർ പറഞ്ഞു, താങ്കൾ ഓടിപ്പോയി ഇതുപോലെ എന്താണ് ഞാൻ എൻ്റെ അപ്പനോട് ചെയ്ത ദ്രോഹങ്ങൾ അത് കൃത്യമായി പറഞ്ഞ് കുമ്പസാരിക്കുക. ഞാരെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ടോ? അമ്മ ജീവിച്ചിരിക്കണമെന്ന് പറഞ്ഞു. അമ്മയോട് പോയി മാപ്പ് ചോദിക്കാൻ പറഞ്ഞു, അപ്പനെ തല്ലിയേന്. അങ്ങനെ അദ്ദേഹം അതേപോലെ ചെയ്തു. ഒപ്പം തന്നെ ബ്രദർ പറഞ്ഞിട്ടുണ്ടായി, മാക്സിമം 2 ആഴ്ചക്കുള്ളിൽ താങ്കളുടെ മകൻ വന്ന് ഇത് വിവാഹത്തിന് സമ്മതിക്കുമെന്ന് പറഞ്ഞു. ഇതുപോലെ അദ്ദേഹം പോയി കുമ്പസാരിച്ച് അമ്മയോട് മാപ്പ് ചോദിച്ചു. ഈ ബ്രദർ പറഞ്ഞതുപോലെ 2 ആഴ്ചക്കുള്ളിൽ ആ മകൻ വന്ന് അപ്പനോട് പറയുക, ഇനി നിങ്ങൾ അന്വേഷിച്ചോ, ഞാൻ വിവാഹത്തിന് സമ്മതമാണെന്ന്. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. കണ്ടോ, കുമ്പസാരത്തിലൂടെ കിട്ടുന്ന അത്ഭുതങ്ങൾ. നമ്മൾ നമ്മെ തന്നെ ഒന്ന് വിശുദ്ധീകരിക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കുക. അതെങ്ങനെ? തുറന്ന് കുമ്പസാരി. അടഞ്ഞ കുമ്പസാരാണ് കുറേ തടസ്സങ്ങളുടെയും ബന്ധനങ്ങളുടെയും കാരണം. പല ദുശീലങ്ങളും വിട്ടുപോകുന്നില്ല. കുമ്പസാരത്തിലൂടെ 2 വലിയ അനുഗ്രഹം നമുക്ക് കിട്ടുക. നമുക്ക് മാത്രം ഓർമ്മയുള്ളൂ. ഒന്ന് പാപമോചനം കിട്ടും, പാപമോചനം കിട്ടാതെ മാത്രം നമുക്ക് ചിന്തയുള്ളൂ. പക്ഷേ രണ്ടാമത് വലിയൊരു അനുഗ്രഹം സഭ പഠിപ്പിക്കുന്നു, അത് പാപം ചെയ്യാതിരിക്കാനുള്ള കൃപ കിട്ടും. അങ്ങനെ പാപം ചെയ്യാതിരിക്കാനുള്ള കൃപ കിട്ടണമെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം, തുറന്ന് നമ്മൾ കുമ്പസാരിക്കണം. ഒപ്പം തന്നെ അടുപ്പിച്ച് നമ്മൾ കുമ്പസാരിച്ച് നോക്കിയാൽ, ഇങ്ങനെ തുറന്ന് അടുപ്പിച്ച് നമ്മൾ കുമ്പസാരിച്ച് നോക്കി. അങ്ങനെയാണ് വിശുദ്ധരൊക്കെ കുമ്പസാരിച്ചത്. ഒരുപാട് ആന്തരിക ശാരീരിക സൗഖ്യം കിട്ടുന്ന മാത്രമല്ല, വലിയ വിടുതൽ എല്ലാ മേഖലകളിൽ, സ്വയംഭോഗം, സ്വർഗ്ഗഭോഗം, മറ്റ് ദേഷ്യപ്പെടുന്ന സ്വഭാവം, നമ്മുടെ എല്ലാ പാപശാപ ബന്ധനങ്ങളും കെട്ടുകളൊക്കെ കഴിയുന്ന ഒരു മഹാകുദാശയാണ് കുമ്പസാരം എന്ന കൂദാശ. അതുകൊണ്ടാണ് ഈശോ ഈ ദൈവസ്വരം തരിക,
തുറന്ന് കുമ്പസാരിച്ച് ശീലിക്കുക. ഇങ്ങനെയുള്ള ബന്ധനങ്ങളൊക്കെ വിട്ടുപോകും. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകുന്ന വചനഭാഗം അപ്പോസ്തല പ്രവർത്തനങ്ങൾ 5-ാം അധ്യായം അനനിയാസും സഫീറായും ഈ ഒരു വചനഭാഗം വായിക്കുകയാണ്. തുറന്ന് കുമ്പസാരിക്കേണ്ട പ്രാധാന്യം. ഒരിക്കലും കള്ളകുമ്പസാരം നടത്തരുത്. കള്ളകുമ്പസാരം ദൈവത്തോടാണ് നമ്മൾ നുണ പറയുന്നത്. അതുകൊണ്ട് കള്ളകുമ്പസാരമാണ് ഏറ്റവും വലിയ പാപം എന്ന് ചില ധ്യാനഗുരുക്കന്മാർ പറയാൻ കാരണം അതാണ്. ദൈവത്തോട് ആരെങ്കിലും നമ്മൾ നുണ പറയുമോ? അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മൾ മുട്ടുകുത്തുമ്പോൾ നമ്മൾ തുറന്ന് കുമ്പസാരിക്കുക. എന്താണ് ഞാൻ ഈ ചെയ്തത് അത് നമ്മൾ മുഴുവനായി അങ്ങോട്ട് അതിൻ്റെ സീരിയസ്നെസ്സോടുകൂടി പറഞ്ഞ് നീ ഒന്ന് കുമ്പസാരിച്ചൊന്ന് ഇറങ്ങി നോക്കിയേ. അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിയില്ല. അത്ഭുതങ്ങൾ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഈ സമയം ഉച്ചത്തിൽ വചനേറ്റ് പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഏറ്റു പറയുന്നു, അനനിയാസ് എന്നൊരാളും അവന്റെ ഭാര്യ സഫീറായും കൂടെ തങ്ങളുടെ പറമ്പ് വിറ്റു. വിലയുടെ ഒരു ഭാഗം അവൻ ഭാര്യയുടെ അറിവോടെ മാറ്റിവെച്ചു. ബാക്കി അപ്പോസ്തലന്മാരുടെ കാൽക്കൽ സമർപ്പിച്ചു. പത്രോസ് ചോദിച്ചു, അനനിയാസേ, പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കാനും പറമ്പിന്റെ വിലയുടെ ഒരംശം മാറ്റിവെക്കാനും സാത്താൻ നിന്റെ ഹൃദയത്തെ പ്രേരിപ്പിച്ചതെന്ത്? പറമ്പ് നിന്റെ സ്വന്തമായിരുന്നില്ലേ? വിറ്റ് കിട്ടിയതും നിന്റെ അധീനതയിലായിരുന്നില്ലേ? ഈ പ്രവൃത്തി ചെയ്യാൻ നിന്നെ പ്രേരിപ്പിച്ചത് എന്താണ്? നീ വ്യാജം പറഞ്ഞത് മനുഷ്യരോടല്ല ദൈവത്തോടാണ്. ഈ വാക്ക് കേട്ട ഉടനെ അനനിയാസ് നിലത്ത് വീണ് മരിച്ചു. ഇത് കേട്ടവരെല്ലാം ഭയവിഹ്വലരായി. ചെറുപ്പക്കാർ അവനെ വസ്ത്രത്തിൽ പൊതിഞ്ഞ് പുറത്തു കൊണ്ടുപോയി സംസ്കരിച്ചു. ഏകദേശം 3 മണിക്കൂർ കഴിഞ്ഞ് അവന്റെ ഭാര്യയും വന്നു. നടന്നതൊന്നും അവൾ അറിഞ്ഞിരുന്നില്ല. പത്രോസ് അവളോട് ചോദിച്ചു, ഈ തുകയ്ക്ക് തന്നെയാണോ നിങ്ങൾ പറമ്പ് വിറ്റത് എന്ന് എന്നോട് പറയുക. അവൾ പറഞ്ഞു, അതെ, ഈ തുകയ്ക്ക് തന്നെ. അപ്പോൾ പത്രോസ് പറഞ്ഞു, കർത്താവിന്റെ ആത്മാവിനെ പരീക്ഷിക്കാൻ നിങ്ങൾ ഒത്തുചേർന്നത് എന്ത്? ഇതാ നിന്റെ ഭർത്താവിനെ സംസ്കരിച്ചവരുടെ കാലൊച്ച വാതിലിന് പുറത്ത് കേൾക്കാം. അവർ നിന്നെയും കൊണ്ടുപോകും. തൽക്ഷണം അവൾ അവന്റെ കാൽക്കൽ മരിച്ചു വീണു. ചെറുപ്പക്കാർ അകത്ത് പ്രവേശിച്ചപ്പോൾ അവൾ മരിച്ചു കിടക്കുന്നത് കണ്ടു. അവർ അവളെ എടുത്തുകൊണ്ടുപോയി ഭർത്താവിന് സമീപം സംസ്കരിച്ചു. സഭ മുഴുവനിലും ഇത് കേട്ട എല്ലാവരിലും വലിയ ഭയമുളവായി. ഇരു കരങ്ങളുയർത്തി സ്തുതിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. തുറന്ന് കുമ്പസാരിക്കാൻ തീരുമാനമെടുത്തുകൊണ്ട് കരങ്ങൾ ഉയർത്തുക. എന്താണ് ഞാൻ ഈ ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് കുമ്പസാരിക്കാൻ തീരുമാനമെടുത്തുകൊണ്ട് കരങ്ങൾ ഉയർത്തുക. പൈശാചിക ബന്ധനങ്ങൾ വിട്ടുപോട്ടെ. ഇനിയും തുറന്ന് കുമ്പസാരിക്കാത്ത അനേകം 10,000 ലക്ഷക്കണക്കിന് മക്കളെ സമർപ്പിക്കുന്ന കർത്താവേ, കുമ്പസാരം എന്ന കൂദാശയിലെ വിടുതലിന്റെ കൂദാശയുടെ പ്രാധാന്യം ഞങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെടുത്തി തരണമേ പരിശുദ്ധാത്മാവേ. കുമ്പസാരിക്കുമ്പോൾ വിടുതലുണ്ടാകട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, പെയ്യട്ടെ. പരിശുദ്ധാത്മ അഭിഷേകം വർഷിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ എന്ന് സ്തുതിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, രോഗശാന്തികൾ, മാനസാന്തരങ്ങൾ യേശുനാമത്തിൽ ഈ ശുശ്രൂഷയിൽ ലോകം മുഴുവനും സംഭവിക്കട്ടെ. കരങ്ങളടിച്ചുകൊണ്ട് ശക്തിയോടെ ശബ്ദത്തെ കരങ്ങൾ വീശിയടിച്ച് ചേർന്ന് പാടി പ്രാർത്ഥിക്കുക. യേശുവിലേക്ക് നോക്കുക. ആത്മാഭിഷേകം പെയ്തിറങ്ങട്ടെ, പെയ്തിറങ്ങട്ടെ, ആത്മാഭിഷേകം പെയ്തിറങ്ങട്ടെ, പെയ്തിറങ്ങട്ടെ, ആത്മാഭിഷേകം പെയ്തിറങ്ങട്ടെ.
ചേർന്ന് ഓ പാവനാത്മാവേ പറന്നിറങ്ങണമേ. ഇരുകരങ്ങൾ സ്തുതിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശക്തമായ കരങ്ങളിങ്ങനെ ഉയർത്തിപ്പിടിച്ച് സ്തുതിച്ച് എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ച് കുമ്പസാരിക്കാനുള്ള പേടി വിട്ടുപോട്ടെ, ലജ്ജ വിട്ടുപോട്ടെ, നാണം വിട്ടുപോട്ടെ. ദൈവത്തിന്റെ ആത്മാവേ, പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവമേ, അവനൽപ്പം പറയുമ്പോൾ മാലാഖമാരും മുഖ്യ ദൂതന്മാരും സ്വർഗത്തിൽ വിശുദ്ധരെ ഞങ്ങളിലേക്ക് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കൂട്ടായ്മയിലേക്ക് ഈ ധ്യാനിക്കുന്ന ഈ ശുശ്രൂഷയിൽ ആരൊക്കെ പങ്കെടുക്കുന്ന അവരിലേക്ക് ഇറങ്ങണമേ. ഞങ്ങളെ ശക്തിപത്ര സഹായിക്കുന്ന സംരക്ഷിക്കുന്ന വിശുദ്ധീകരിക്കുന്ന രൂപാന്തരത്തിനെത്താ കഴിയണമേ. സകല ശുദ്ര മന്ത്രവാദ ആഭിചാര കൂടോത്രം ദുഷിദോഷം പൈശാചാക്ക പിണർ ബാധ കൈവശം ദൂരേറ്റണമേ. പാപകരമായ സ്ഥലത്തും അസൂയ ചതി വഞ്ചന ഞങ്ങൾ എന്നേക്കുമായി വിട്ടുപോട്ടെ. സൗസന ദൈവത്തിന്റെ സത്യ യക്ഷനായ യേശുവിന്റെ നാമത്തിലും പരിശുദ്ധ കന്യാമരി സത്യരും മധ്യസ്ഥാനം നികാർ അപ്പ ഗൗരവമാനമായ ശക്തമായ സാധാ സംഭവിച്ചാലും ശരീരത്തിലും മനസ്സിലും ആത്മാവിന്റെ കുടുംബത്തില് വ്യക്തിജീവന സമൂഹത്തിലെ എല്ലാ തിന്മകളും വെള്ളത്തിലും വായിലൂടെ വസ്ത്രത്തിലും ഭക്ഷണം തോന്നുന്ന മാനസികമോ ശാരീരിക ആത്മീയമല്ല മാനസികമോ പ്രാപഞ്ചമോ പൈശാചികമല്ല സകല ബന്ധനങ്ങളും മത്തായി 4:10 ലൂക്കാ 4:8 മർക്കോസ് 16:5 പിശാചിന്റെ പ്രവർത്തനങ്ങൾ നശിപ്പിക്കാൻ വേണ്ടി ദൈവത്തിൽ വന്നിരിക്കുന്ന യുവാജ സത്യ സകലവിധ പ്രകൃതിശം ഇടിവിന് ഇടിവെട്ട് നാശങ്ങൾ ഉറപ്പ് ഉദ്ദേശം വാശി വരാൻ തർക്കം കലകൾ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ജടികാ ദിവ്യാസ് കോപാസ് ഭക്ഷണാസതി സ്വയം പോക സ്വർഗമോ തെറ്റായ ബന്ധങ്ങൾ സ്നേഹങ്ങൾ വ്യഭിചാര ദുർബോധം അഹങ്കാര അസൂയ അലസം മോഹം കോപം കൊതി വിവാഹതടസ്സം ജോലി തടസ്സം വിൽപ്പനാസം യാത്രാസം പഠനസം കോടതിയിൽ സാമതിയുണ്ട് കണ്ണുമുഖ ചെവി നാക്കുന്നതൊക്കെ ആദ്യമായിട്ട് ബാക്കിയും ചെറുതായിട്ട് രോഗപ്പെട്ടുകൾ അമിതമായ ഭയം ദുഃഖം നിരാശ അപകർഷതാബോധം കുറ്റബോധം ലജ്ജ തൊട്ടാവാടി സ്വഭാവം വിശ്വാസക്കുറവിന്റെ ആത്മാവ് ക്ഷമിച്ച് പ്രാർത്ഥിക്കുക സുതിച്ച് പ്രാർത്ഥിക്കുക മരണമായ ജന്മാചരണ തടസ്സങ്ങൾ രോഗശാന്തി തടസ്സങ്ങൾ സന്ദേശങ്ങളുടെ തടസ്സങ്ങൾ വന്യശികളുടെ ശുദ്ധികളുടെ ആക്രമണങ്ങൾ അതിന് പിന്നിമത്തെ പൈശാചികരിപ്പി അന്താസക്തി സാത്താസക്തി ദൂട്ടശക്തികളെ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു. യേശു നാമത്തിൽ ബന്ധിക്കും, യേശു നാമത്തിൽ ബഹിഷ്കരിക്കും. കുരിശിൽ ആട്ടിമായി ഇനി മേലൊരിക്കലും ഞങ്ങളുടെ കുടുംബ കൂട്ടായ്മയല്ലോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ പ്രശ്നം വന്ന് സാത്താനെ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു. കുമ്പസാരിക്കാനുള്ള ഭയം അതിന് പിന്നിമത്തെ തിന്മയിൽ അരുവിയെ ഞാൻ ശാസിച്ച് ബന്ധിച്ച് ബഹിഷ്കരിച്ച് വിട്ടുപോട്ടെ. 83-ാം സംഗീതത്തിന്റെ അഭിഷേകം അനുഗ്രഹിക്കണേ കർത്താവേ. സായുള്ള വൈരികളെ നശിപ്പിക്കണമേ ദൈവമേ. സായുള്ള വൈരികളെ നശിപ്പിക്കണമേ കർത്താവേ. ഷിയാ റിയാ 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 കരങ്ങളടിച്ച് ശാന്തപാടി കരങ്ങളടിച്ച് അടിയട്ടെ ബന്ധനമണിയട്ടെ ആത്മാഭിഷേകത്താൽ ബന്ധനമണിയട്ടെ. അടിയട്ടെ ബന്ധനമണിയട്ടെ ആത്മാഭിഷേകത്താൽ ബന്ധനമണിയട്ടെ. കത്തട്ടെ കത്തി പടരട്ടെ ആത്മാഭിഷേകം കത്തി പടരട്ടെ. കത്തട്ടെ കത്തി പടരട്ടെ ആത്മാഭിഷേകം കത്തി പടരട്ടെ. പാവനാത്മാവേ പറന്നിറങ്ങണമേ പാടിയേ. ഓ പാവനാത്മാവേ പറന്നിറങ്ങണമേ. കരൾ വീശി ഓ പാവനാത്മാവേ പറന്നിറങ്ങണമേ. പടം. ഓ പാവനാത്മാവേ പറന്നിറങ്ങണമേ. കരം ഉയർത്തി സ്തുതിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വലിയ അഭിഷേകത്തെ ഓർത്ത് കരം ഉയർത്തി സ്തുതിക്കുന്നു. ശിരിരി വിശുദ്ധ കുർബാനയുടെ അഭിഷേകം, കൂദാശയുടെ അഭിഷേകം, കുർബാനയുടെ അഭിഷേകം, ശിരിരി കുമ്പസാരത്തിന്റെ അഭിഷേകം, ശിരിരി നമ്മൾ സ്വീകരിക്കുന്ന കൂദാശയുടെ അഭിഷേകത്തിന് വേണ്ടി കരം ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കുമ്പസാരത്തിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കണമേ പരിശുദ്ധാത്മാവേ. ശിരിരി നിങ്ങൾ സൗഖ്യം പ്രാപിക്കാൻ വേണ്ടി പരസ്പരം പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. നിങ്ങൾ സൗഖ്യം പ്രാപിക്കാൻ വേണ്ടി പരസ്പരം പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. യാക്കോബ് 5:16 വചനാഭിഷേകം നിറയട്ടെ. രോഗികളായ മക്കളെ രോഗശാന്തിക്ക് വേണ്ടി സ്തുതിക്കുന്നു. വിശുദ്ധ കുർബാനയിൽ നോക്കിക്കൊണ്ട് സ്തുതിക്കുന്നു. എല്ലാവരും സ്തുതിച്ചോ, ശക്തമായി സ്തുതിക്കുക. ആരും വേർതിരിക്കരുത്, ശക്തമായി സ്തുതിക്കുന്നു. വലിയ പരിശുദ്ധാത്മ അഭിഷേകം കർത്താവ് സമുദ്രം വർഷിക്കുക. വാ തുറന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. അറിയാവുന്ന പോലെ ഭാഷാവധി സ്തുതിക്കുന്നു. ബന്ധനങ്ങൾ അഴിയുന്നവരെ സ്തുതിക്കുന്നു. മാനസിക രോഗികളൊക്കെ ഈ സമയം പ്രാർത്ഥിക്കുക.
ശരീരത്തിൽ മാനസിക രോഗികളെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. മാനസിക ആരോഗ്യം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. മാനസിക രോഗത്തിന് മരുന്ന് കഴിക്കുന്നവരൊക്കെ ഉണ്ടോ? ശക്തമായി പ്രാർത്ഥിച്ചോ. കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുന്നതായിട്ട് കാണിക്കുന്നു. തിരിച്ചറിഞ്ഞ് പിന്നീട് സാക്ഷ്യം അറിയാൻ എൽറുഹയിലേക്ക് വരണമെന്ന് ഓർമ്മപ്പെടുത്തുക. സ്വരത്തിന് ബുദ്ധിമുട്ടുള്ളവർ പ്രാർത്ഥിക്കുക. സ്വര സംബന്ധമായ തടസ്സങ്ങളുള്ളവർ പ്രാർത്ഥിക്കുക. എപ്പോഴും സ്വരം പോകുന്നവർ അങ്ങനെ സ്വരത്തിന് ബുദ്ധിമുട്ടുള്ളവർ പ്രാർത്ഥിച്ചോ. ആ തടസ്സം, ബന്ധനം, ആ രോഗപീഠ കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. വരുമാനം ഒന്നും നിലനിൽക്കുന്നില്ലല്ലോ എന്ന് വിഷമിക്കുന്ന ദമ്പതികളെ കാണിക്കുക. ഒരു ഷിജി ജോയ് ദമ്പതികളെ കർത്താവ് കാണിക്കുന്നു. വരുമാനം ഒന്നും നിലനിൽക്കുന്നില്ല ആ കുടുംബത്തിൽ. ആ ഷിജി ജോയ് ദമ്പതികളോട് വെഞ്ചിരിച്ച കല്ലുപ്പ് കൊണ്ടുപോയി വീടിന് ചുറ്റും പറമ്പിലൊക്കെ ശക്തിയിൽ വെതറിയിട്ട് പ്രാർത്ഥിക്കാൻ ഈശോ പറയുന്നു. വിശ്വാസമാണ് ചൊല്ലി പ്രാർത്ഥിക്കാൻ പറയുന്നു. അപ്പോൾ വരുമാനം ഒന്നും നിലനിൽക്കാത്ത അവസ്ഥ, ബന്ധനം, തടസ്സം വിട്ടുപോകുമെന്ന് വ്യക്തമായി ആ ദമ്പതികളുടെ പേര് ചൊല്ലി വിളിച്ച് കർത്താവ് സന്ദേശം തരുന്നു. സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ശരി. ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് ഒരുങ്ങുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോ. ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് ഒരുങ്ങുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുന്നതായിട്ട് ഈശോ വെളിപ്പെടുത്തുന്നു. ശരി. പാൻശല്യം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ഫലങ്ങളും ദാനങ്ങളും വരങ്ങളും ഈ സമൂഹത്തിൽ പലരിലേക്ക് ഈ സമയം വർഷിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഉണ്ണി എന്ന് വിളിക്കപ്പെടുന്ന ഒരു വ്യക്തിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. പോളിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ഗ്യാസ് ട്രബിൾ, ശക്തമായ ഗ്യാസ് ട്രബിളോട് പ്രാർത്ഥിച്ച് സൗഖ്യം നിന്ന് അനുഗ്രഹിക്കുന്നു. മുഖക്കുരു, ശക്തമായ മുഖക്കുരു കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ജെയിൻ എന്ന പേരുള്ള ഒരു വ്യക്തിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ഒരു ലോറി ഡ്രൈവറിനെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. എല്ല് വളർച്ചയുള്ളവർ പ്രാർത്ഥിച്ചോ. എല്ല് വളർച്ച കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ശരി. ഈ എൽറുഹ ദൈവവചന ശുശ്രൂഷയിലൂടെ വലിയ അത്ഭുതങ്ങൾ, പറഞ്ഞാൽ വിശ്വസിക്കാത്ത അത്ഭുതങ്ങൾ, അടയാളങ്ങളും അത്ഭുതങ്ങളും ഈ ചെറിയ ശുശ്രൂഷയിലൂടെ ലോകം മുഴുവനും കർത്താവ് വർഷിക്കുന്നതായിട്ട് വ്യക്തമായി സന്ദേശം നൽകുക. ഈ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് ദൈവാനുഭവങ്ങൾ ഈ അൽത്താരി വന്ന് സാക്ഷ്യപ്പെടുത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാൻ സന്ദേശം നൽകുക. ഈ ശുശ്രൂഷ കാണുന്ന കിടപ്പ് രോഗികൾ ശക്തമായി പ്രാർത്ഥിച്ചോ. ഈശോ ഇതാ സ്പർശിക്കുന്നതായിട്ട് വ്യക്തമായ സന്ദേശം തരുന്നു. ഓട്ടിസം വന്നൊരു കുട്ടിക്ക് കർത്താവ് സൗഖ്യം അനുഗ്രഹിക്കുന്നു. വെഞ്ചരിച്ച തേൻ കൊടുക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. ഡയാലിസിസ് ചെയ്യുന്ന ഒരു കിഡ്നി രോഗിയോട് കർത്താവ് ഉത്തിരിയം ധരിക്കാൻ സന്ദേശം തരുന്നു. ബ്രെയിൻ ട്യൂമറിന് ഓപ്പറേഷൻ ഒരുങ്ങുന്ന ഒരു വ്യക്തിയോട് ഭയപ്പെടേണ്ടെന്ന് കർത്താവ് സന്ദേശം തരുന്നു. പാർക്കിൻസൺസ് വന്ന തോമസ് എന്ന മകന് കർത്താവ് സൗഖ്യം അനുഗ്രഹിക്കുന്നു. ബന്ധന പ്രാർത്ഥന ചൊല്ലി ഹന്നാവളം തെളിച്ച് കുന്തിരിക്കം പകച്ച് നിങ്ങളായിരിക്കുന്ന വീടുകളെല്ലാം വെഞ്ചിരിക്കണമെന്ന് കർത്താവ് സന്ദേശം തരികയാണ്. ഒത്തിരി തടസ്സങ്ങളും ബന്ധനങ്ങളും അസ്വസ്ഥതകളും ഈ രീതിയിൽ നിങ്ങൾ തന്നെ ബന്ധന പ്രാർത്ഥന ചൊല്ലി ഹന്നാവളം തെളിച്ച് കുന്തിരിക്കം പോകുമ്പോൾ വിട്ടുമാറുമെന്ന് സന്ദേശം തരികയാണ്. വിശുദ്ധ ഗീവർഗീസിനോട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നവരെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ഒരു ഭവനത്തിലെ ദുർഗന്ധം വരുന്ന കലക്കൽ വെള്ളമുള്ളൊരു കിണർ കർത്താവ് ശുദ്ധീകരിക്കുന്നു. വെഞ്ചരിച്ച കല്ലുപ്പ് ആ കിണറ്റിൽ ശക്തിയിൽ വെതറിയിട്ട് വിശ്വാസമാണ് ചൊല്ലി പ്രാർത്ഥിക്കാൻ ഈശോ സന്ദേശം തരുന്നു. സ്പോണ്ടിലോസിസ് മൂലമുള്ള കഴുത്തുവേദന സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. അമിതമായ ബ്ലീഡിങ് സൗഖ്യം നൽകി ഒരു മകളെ അനുഗ്രഹിക്കുന്നു. പാറ എന്ന് വിളിക്കപ്പെടുന്ന മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ഇറച്ചി കഴിക്കുമ്പോൾ വയറ്റിൽ നിന്ന് രക്തം പോകുന്ന അവസ്ഥ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഇടിവെട്ടിന് അമിതമായ ഭയമുള്ള ഒരാൾക്ക് ആന്തരിക സൗഖ്യം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു. ഡിസ്ക് സംബന്ധമായ രോഗാവസ്ഥ ഉള്ളവർ പ്രാർത്ഥിച്ച സൗഖ്യം നിന്ന് അനുഗ്രഹിക്കുന്നു. എസ്തേർ എന്ന മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. എലിശല്യത്തിൽ നിന്ന് വിടുതൽ നൽകിയ ഒരു ഭവനത്തെ കർത്താവ് അനുഗ്രഹിക്കുന്നു. പൊന്നൂക്കര എന്ന സ്ഥലത്തിരുന്നുകൊണ്ട് ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന ആളുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട്. വേരിക്കോസ് വെയിൻ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അക്രൈസ്തവരായ വ്യക്തികളെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. സിയ എന്ന മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. വിദേശത്തു നിന്നും ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു മകളോട് മൂക്കുത്തി അഴിച്ചു മാറ്റി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരിക. അട്ടപ്പാടി ഭാഗത്ത് നിന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരാളെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ശരത്ത് എന്ന മകനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ശക്തമായ പല്ലുവേദന ഒരു അധ്യാപികയെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. ഒരു മെനഞ്ചൈറ്റിസ് രോഗിയെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. ഒരു വക്കീൽ നോട്ടീസുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ പ്രശ്നത്തിൽ കർത്താവ് ഇടപെടുന്നുണ്ട്. ആ വ്യക്തിയുടെ ദശാംശം നൽകി ദൈവ ശുശ്രൂഷകളെ സഹായിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. ബോൺമാരോ ട്രാൻസ്പ്ലാന്റേഷനുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്, സൗഖ്യപ്പെടുന്നുണ്ട്. സ്റ്റെല്ല എന്ന മകളോട് സെക്കൻഡ് സ്റ്റഡ് ഉരിമാറ്റി പ്രാർത്ഥിക്കാൻ ഈശോ ഓർമ്മപ്പെടുത്തുന്നു. വർഷങ്ങളായി വിട്ടുമാറാത്ത ജലദോഷമുള്ള സ്ഥിരമായി അതിന് മരുന്ന് കഴിക്കുന്ന ഒരാളെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. ട്യൂമർ ബാധിച്ചൊരു കുട്ടിയെ കർത്താവ് സ്പർശിക്കുന്നു. കഴുത്തിൽ വെന്തിങ്ങ ധരിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. +2 പഠിക്കുന്ന ഒരാളുടെ ശ്വാസമുട്ടൽ കർത്താവ് സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കുന്നു. അറിയാതെ മൂത്രം പോകുന്ന അവസ്ഥയുള്ള ഒരു സഹോദരനോട് തുറന്ന കുമ്പസാരം നടത്തി സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. ഐറിൻ എന്ന മകളുടെ വിവാഹ തടസ്സം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. വിട്ടുമാറാത്ത ഉൾഭയമുള്ള ഒരു സഹോദരിയോട് സെക്കൻഡ് സ്റ്റഡ് ഉരി മാറ്റി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. തലകറക്കം ഒരു മകൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. മൂത്രമൊഴിക്കുമ്പം ബ്ലഡ് പോകുന്ന അവസ്ഥ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് അറിയാതെ നാവ് കടിക്കുന്ന വ്യക്തിക്ക് കർത്താവ് വിടുതൽ നൽകി അനുഗ്രഹിക്കുന്നു. എന്ത് ഭക്ഷണം കഴിച്ചാലും വയർ അപ്സെറ്റ് ആകുന്ന വ്യക്തിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. പൈൽസ് മൂലക്കുരു കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. മുട്ടുതേയ്മാനം മൂലം ഓപ്പറേഷൻ വന്നിരിക്കുന്ന വ്യക്തിയെ കർത്താവ് സൗഖ്യപ്പെടുന്നു. മിനി എന്ന മകളുടെ ഹാർട്ട് സംബന്ധമായ രോഗം കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ പറഞ്ഞിരിക്കുന്ന വ്യക്തിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. തലയിലെ പാൻസിലിയും കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. സ്കിൻ അലർജിയുള്ളവർ പ്രാർത്ഥിച്ചോ സൗഖ്യം നിന്ന് അനുഗ്രഹിക്കുന്നുണ്ട്. ശക്തമായി ശ്രദ്ധിച്ച് മനുവിനെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ഒരു വീട്ടിൽ നിന്ന് 8 കാലി ശല്യം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു.
വലിയ പരിശുദ്ധാത്മാ അഭിഷേകം കർത്താവ് ഈ സമൂഹത്തിലേക്ക് വർഷിക്കുന്നതായിട്ട് കാണിക്കുന്നു. എല്ലാവരും ശക്തമായി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചതിന് ഹാലുലിയ 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 ശിരിരിരിരിരിരും ശിരിരിരിരിരും ഹാലുലിയ 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 ശിരിരിരിരിരി ഹാലുലിയ ഹാലുലിയ. എൻ്റെ പേര് സെബാസ്റ്റ്യൻ, കരിമ്പ് ഇടവകയിൽ നിന്ന് വരുന്നു. അച്ഛൻ ചൊവ്വാഴ്ച ആരാധന സമയത്ത് വിളിച്ച് പറഞ്ഞു, നേർച്ച നേർന്നിട്ട് നിറവേറ്റാത്ത ഒരാളിവിടെയുണ്ട്. അതിൻ്റെ അടയാളമായിട്ട് എന്ത് കഴിച്ചാലും കൂടെ ടോയ്ലറ്റിൽ പോകുന്ന അവസ്ഥയുണ്ടെന്ന്. അത് ഞാനായിരുന്നു. നേരിട്ട് ഞാൻ ചെയ്തതല്ലായിരുന്നു. എൻ്റെ പെങ്ങൾ നേർച്ചയായിരുന്നു. അപ്പം ഞാൻ കരിമ്പ് ഇടവകയുണ്ട്. ആനക്കാമ്പയിൽ അന്തോണി സോണിയാളൻ്റെ ഒരു കുരിശു പള്ളിയുണ്ട്, അവിടെ നേർന്നായിരുന്നു പെങ്ങൾ. അപ്പോൾ എന്നോട് പറഞ്ഞു, അവിടെ നീ ആ വഴി പോകുമ്പോൾ നീ അത് ഒന്ന് നിറവേറ്റിച്ച് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ കരിമ്പ് ഇടവകയിലേക്ക് വണ്ടി കുറവായതുകൊണ്ട് ഞാൻ കിട്ടിയ വണ്ടിക്ക് കയറിപ്പോയി. ഈ കാര്യം മറന്നും പോയി. ഇതൊരു 10-20 വർഷം മുമ്പ് നടന്ന കാര്യമാണ്. അച്ഛനിത് വിളിച്ച് പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ ഇത് ഓർമ്മിപ്പിച്ചു. അപ്പം ഞാൻ അന്നേരം തന്നെ ആ കട ഞാൻ വെട്ടിക്കോളാമെന്ന് പറയുകയും ചെയ്തു. കുമ്പസാരത്തിൻ്റെ സമയത്ത് ഞാൻ ഏറ്റു പറഞ്ഞു. അന്ന് മുതൽ എനിക്ക് അവസ്ഥ മാറി. ടോയ്ലറ്റ് 1-2 പ്രാവശ്യം പോയാൽ മതി. നേരത്തെ 6-7 പ്രാവശ്യം എനിക്ക് പോകണമായിരുന്നു. കാര്യങ്ങളോട് നന്ദി പറഞ്ഞേ കണ്ടോ, മനസ്സിലായോ? ഒരു ദിവസം തന്നെ 6-7 പ്രാവശ്യം വയറ്റിൽ നിന്ന് പോവും. ഭക്ഷണം കഴിച്ച ഉടനെ ഭക്ഷണം വയറ്റിൽ നിന്ന് പോവും അല്ലേ? ഇങ്ങനെയായിരുന്നു അവസ്ഥ. എത്ര വർഷമായിട്ടുണ്ടത്? 15 വർഷമായി. 15 വർഷമായിട്ടുള്ള രോഗമാണ് കണ്ടോ. അതിൻ്റെ കാരണം പറഞ്ഞതുണ്ടോ, 20 വർഷങ്ങൾക്ക് മുമ്പ് ഈ പോലെ നേർച്ച നടന്നിട്ട് അത് നിറവേറ്റിയില്ല. അപ്പോൾ അത് പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തി കൊടുക്കുക. പ്രൈസ്തലോ. അപ്പോൾ നമ്മൾ ഏറ്റു പറഞ്ഞ് കുമ്പസാരിക്കുമ്പോൾ കർത്താവ് ക്ഷമിക്കുകയാണ്. ഏറ്റു പറഞ്ഞ് കുമ്പസാരിച്ചു, അന്ന് മുതൽ പിന്നെ ആ രോഗമില്ല. എൻ്റെ പേര് മാഗി ജോൺ. ഞാൻ കൊടുങ്ങല്ലൂർ കൃഷ്ണൻകോട്ട ക്രിസ്തുരാജൻ്റെ പള്ളിയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ കാലിൽ 1 വർഷത്തോളമായി ചുട്ടുപൊള്ളുന്ന ഒരു വേദനയാണ്. എത്ര ഡോക്ടർമാരെ കാണിച്ചു. 2 കാലുമേ ഉണ്ടോ? ഇല്ല, ഒരു കാലിൽ. ഏത് കാലാ? ഇടത്തെ കാലിൽ. എത്ര ഡോക്ടർമാരെ കാണിച്ചിട്ടും മരുന്ന് കഴിച്ചിട്ടും ഒരു കുറവില്ലായിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് ചൊവ്വാഴ്ച അച്ഛൻ വിളിച്ച് പറഞ്ഞു, ഒരാൾക്ക് കാലിൽ ചുട്ടുപൊള്ളുന്ന വേദനയുണ്ട്, അത് നല്ലൊരു കുമ്പസാരം നടത്തി കഴിഞ്ഞാൽ മാറും. അങ്ങനെ ഞാൻ ചൊവ്വാഴ്ച കുമ്പസാരിച്ച് 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ കാലിലെ വേദനകളും ശരീരത്തിലെ വേദനകളും എല്ലാം മാറി. നല്ലൊരു കൈ കൊടുത്തേ കണ്ടോ. ഇവിടെ വന്നിട്ട് ഇപ്രാവശ്യം ഉണ്ടായതാ? കണ്ടോ, ഈ ധ്യാനത്തിൽ ഉണ്ടായതാണ് അല്ലേ? 1 വർഷമായിട്ട് പല ഡോക്ടേഴ്സിനെയും കണ്ട് മാറാത്ത രോഗം നല്ലൊരു കുമ്പസാരം നടത്തി കഴിഞ്ഞാൽ മാറി കിട്ടുന്ന മെസ്സേജ് കേട്ടു. അതനുസരിച്ച് മിനിഞ്ഞാന്ന് പോയിട്ട് നന്നായി തുറന്ന് കുമ്പസാരിച്ചു. 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ രോഗം മാറി കിട്ടി. കണ്ടോ. പ്രൈസ് ദി ലോർഡ്. 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈശ്വരസനെ നമുക്ക് മുട്ടുകൾ കുത്താം. നമുക്ക് വലിയ സന്തോഷത്തോടെ ഈ കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ദിവ്യകാനന്ദത്തിലേക്ക് നോക്കിക്കൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. എല്ലാവരും ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ശ്രദ്ധിക്കുന്നു. കരുണാമയ കനിയണമേ ദൈവപിതാവേ കനിയണമേ കരുണയാ